കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 9ാമത്തെ വീഡിയോ ആണ് ഇത്. ബൈബിൾ സത്യമായും ദൈവവചനമാണ്. എന്നാൽ ബൈബിളിലെ നിരവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനത്തിലൂടെ ആണ്. ഒരേ വസ്തുതയുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള വചന വ്യാഖ്യാനങ്ങളും അതിൻ്റെ വെളിച്ചത്തിലുള്ള പ്രബോധനങ്ങളും ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ വചന വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും എല്ലാം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഒക്കെ സഭകളും ആയിട്ടാണ്. ഒരു പ്രത്യേക സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സാധാരണഗതിയിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരേ കാഴ്ചപ്പാടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഒരു സഭയിലെ ഒരംഗം സഭയുടെ പൊതുവായ കാഴ്ചപ്പാടിന് നിരക്കാത്ത രീതിയിലുള്ള പുതിയ ഒരു വചന വ്യാഖ്യാനം അവതരിപ്പിച്ചു എന്ന് കരുതുക. സഭാ നേതൃത്വം ഇത് അംഗീകരിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നയാള് സഭയ്ക്ക് വെളിയിൽ പോകുന്നു, അയാളോടൊപ്പം കുറെ സഭാംഗങ്ങളും. അങ്ങനെ അവര് ഒരു പുതിയ സഭ ഉണ്ടാക്കുന്നു. ഇയാള് പുതുതായി ഉണ്ടാക്കിയ ഈ വചന വ്യാഖ്യാനം അത് പുതിയ സഭയുടെ പൊതുവായ കാഴ്ചപ്പാടായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കിയാലും ക്രൈസ്തവ ലോകത്ത് വ്യത്യസ്തങ്ങളായ വചന വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഏതെങ്കിലും ഒക്കെ സഭകളുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിന് പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. യേശുവിന്റെ ജനനത്തിന് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള 46 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ പഴയ നിയമം. യേശുവിന്റെ കാലശേഷം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ്. യേശു ദൈവത്തിന്റെ ഏക മനുഷ്യാവതാരമാണ്. അതിനാൽ അവന് തെറ്റുപറ്റുകയില്ല. ഇക്കാരണത്താല് സുവിശേഷങ്ങൾ സത്യമായിട്ടും ദൈവവചനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി പഴയ നിയമത്തെ യേശു അംഗീകരിക്കുന്നതായി സുവിശേഷങ്ങളിൽ നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു ദൈവമായതിനാൽ അവന് തെറ്റുപറ്റില്ല. അതിനാല് പഴയ നിയമവും സത്യമായിട്ടും ദൈവവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി തന്റെ കാലശേഷം താൻ അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്പസ്തോലന്മാർക്ക് വാഗ്ദാനം നൽകി. യേശുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിലേക്ക് എഴുന്നള്ളി വരുന്നതായും നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് അപ്പസ്തോലിക കാലഘട്ടത്തിലാണ്, അപ്പസ്തോലിക സമൂഹത്തിലാണ്. ആ പുസ്തകങ്ങൾ സത്യമാണ് എന്നതിന് അപ്പസ്തോലിക സമൂഹത്തിന്റെ സാക്ഷ്യവുമുണ്ട്. അപ്പസ്തോലന്മാരെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും എന്നുള്ള യേശുവിന്റെ വാഗ്ദാനത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ബൈബിൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങളും സത്യമായും ദൈവവചനം ആണെന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ മുഴുവൻ ബൈബിളും, അതായത് പഴയ നിയമവും പുതിയ നിയമവും സത്യമായും ദൈവവചനമാണ് എന്നതിന് ദൈവത്തിന്റെ ഏക മനുഷ്യാവതാരമായ യേശു ക്രിസ്തു സാക്ഷ്യം നൽകുന്നു. ക്രിസ്തു നൽകുന്ന ഈ സാക്ഷ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ ബൈബിള് സത്യമായിട്ടും ദൈവവചനമാണ് എന്ന് അംഗീകരിക്കുന്നത്. ഇനി ക്രിസ്തുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷമുള്ള കാലം നമുക്ക് പരിഗണിക്കാം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ബൈബിളിലെ
നിരവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനത്തിലൂടെ ആണെന്ന്. അപ്പോൾ ക്രിസ്തുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷമുള്ള കാലത്ത് വ്യക്തികളും സഭകളും ഒക്കെ ബൈബിൾ വ്യാഖ്യാനിച്ചു തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ വചനവ്യാഖ്യാനങ്ങളിലും പ്രബോധനങ്ങളിലും എത്തുകയും ചെയ്തു. എന്നാൽ ഈ വചന വ്യാഖ്യാനങ്ങൾ, ഈ പ്രബോധനങ്ങൾ സത്യമാണ് എന്നതിന് എന്ത് ഉറപ്പാണ് ഉള്ളത്? ബൈബിൾ സത്യമാണ് എന്ന് സാക്ഷ്യം നൽകാൻ ക്രിസ്തു ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ഇനി ആദ്യത്തെ രീതിയിൽ ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുന്നത് അന്ത്യവിധിയുടെ സമയത്താണ്, രണ്ടാം വരവിന്റെ സമയത്ത്. അതായത് ക്രിസ്തുവിന്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷമുള്ള ഈ കാലത്ത് നമ്മൾ ഈ വചന വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ അതിന്റെ സത്യസന്ധതയ്ക്ക് സാക്ഷ്യം നൽകുവാൻ മുമ്പുണ്ടായിരുന്ന രീതിയിൽ ക്രിസ്തു ഇപ്പോൾ ലോകത്തിൽ ഇല്ലതാനും. അപ്പോൾ ഒരു വചന വ്യാഖ്യാനം സത്യമാണ് എന്നതിന്റെ ഉറപ്പ് എന്താണ്? തീർച്ചയായിട്ടും ഈ വചന വ്യാഖ്യാനങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ദൈവം ഈ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ നമ്മൾ അനുമാനിക്കുന്നു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 19 വാക്യത്തിലേക്ക് വരാം. യേശു തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തന്റെ അപ്പസ്തോലന്മാർക്ക് ഒരു കൽപ്പന നൽകുന്നതായി ഇവിടെ നമ്മൾ കാണുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഇങ്ങനെ ഒരു കൽപ്പന അപ്പസ്തോലന്മാർക്ക് നൽകിയിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. യഥാർത്ഥത്തില് ഈ കൽപ്പന നൽകുന്നത് അപ്പസ്തോലന്മാർക്കാണ്. പക്ഷെ നമുക്കറിയാം ഈ കൽപ്പനയുടെ പ്രസക്തി അത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാലത്തിന്റെ അവസാനം വരെ ഇത് തുടരേണ്ടതായിട്ടുണ്ട്. അതിനാല് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന് യേശു അപ്പസ്തോലന്മാർക്ക് നൽകിയ ആ കൽപ്പന കാലത്തിന്റെ അവസാനം വരെ സഭയില് തുടരുന്ന ഒന്നാണ്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 13 വാക്യത്തിലേക്ക് വരാം. അവിടെ യേശു അപ്പസ്തോലന്മാർക്ക് ഒരു വാഗ്ദാനം നൽകുന്നു. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. വാസ്തവത്തിൽ യേശു ഈ വാഗ്ദാനം നൽകുന്നത് 12 അപ്പസ്തോലന്മാർക്കാണ്. എന്നാൽ ഈ വാഗ്ദാനത്തിന്റെ പ്രസക്തി അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല. അത് കാലത്തിന്റെ അവസാനം വരെ സഭയില് നിലനിൽക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു വചന വ്യാഖ്യാനത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള ഉറപ്പ് നൽകുന്നതിനുള്ള ഒരു സംവിധാനം ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. ഇനി യുക്തിചിന്തയിലെ, ലോജിക്കിലെ അടിസ്ഥാനപരമായ ഒരു നിയമത്തെക്കുറിച്ച് അല്പം പരാമർശിച്ചു കൊള്ളട്ടെ. പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അതായത് പരസ്പര വിരുദ്ധമായ, അതായത് മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് ആയ കുറെ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല. പരമാവധി അതിൽ ഒന്ന് മാത്രമേ സത്യമാകുവാനുള്ള സാധ്യതയുള്ളൂ. ഇതാണ് പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഇന്ന് ഏതാണ്ട് 45,000-ഓളം വ്യത്യസ്ത ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് ഉണ്ട്. ഈ സഭകൾ ഒക്കെ തന്നെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നു. അതിന്റെ വെളിച്ചത്തില് അവര് ഓരോ പ്രബോധനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഒരേ വസ്തുതയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വ്യത്യസ്ത സഭകൾ ഉണ്ടാക്കുന്ന വചന വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിൽ പലതിനും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം അല്ലെങ്കിൽ മ്യൂച്വൽ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരേ വസ്തുതയുമായി ബന്ധപ്പെട്ട് തന്നെ
വ്യത്യസ്ത തരത്തിലുള്ള വചന വ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും സഭകൾ അവതരിപ്പിക്കുന്നത്. പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത് ഒരേ വസ്തുതയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സഭകൾ ഉണ്ടാക്കുന്ന വചന വ്യാഖ്യാനങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു സഭയുടെ വചന വ്യാഖ്യാനങ്ങൾക്കും അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രബോധനങ്ങൾക്കും മാത്രമേ പൂർണ്ണമായിട്ടും സത്യമാകുവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിനോടകം പറഞ്ഞു. അതായത് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്ന് അപ്പസ്തോലന്മാർക്ക് യേശു നൽകിയ ആ വാഗ്ദാനം അത് ഇന്നും ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നു. എന്നാൽ പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സഭയുടെ വചന വ്യാഖ്യാനങ്ങൾക്കും അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രബോധനങ്ങൾക്കും മാത്രമേ പൂർണ്ണമായിട്ടും സത്യമാകുവാനുള്ള സാധ്യതയുള്ളൂ. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്ന് അപ്പസ്തോലന്മാർക്ക് യേശു നൽകിയ വാഗ്ദാനം അത് അതിന്റെ പൂർണ്ണതയിൽ നിലകൊള്ളുന്നത് ഒരു സഭയിൽ മാത്രമാണ്. ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ച ആ വാദമുഖം ആർഗ്യുമെന്റ് 3 വാചകങ്ങളിൽ ചുരുക്കി ഒന്നും കൂടെ ആവർത്തിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് യേശു അപ്പസ്തോലന്മാർക്ക് നൽകിയ വാഗ്ദാനം അപ്പസ്തോലന്മാരുടെ കാലശേഷവും ലോകത്ത് നിലനിൽക്കുന്നു. പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാ ഔദ്യോഗിക വചന വ്യാഖ്യാനങ്ങളും സത്യമായിട്ടുള്ള ഒരു സഭ മാത്രമേ ലോകത്ത് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുള്ളൂ. അതിനാൽ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്നുള്ള യേശുവിന്റെ വാഗ്ദാനം അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നത് ഒരു സഭയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്നുള്ള യേശുവിന്റെ ആ വാഗ്ദാനം ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നത് ഒരു സഭയിൽ മാത്രമാണ്. അപ്പോൾ ഏതാണ് ആ സഭ? കത്തോലിക്ക വിശ്വാസം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 4ാമത്തെ വീഡിയോയിൽ അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: സത്യസഭയെ തിരിച്ചറിയുന്നത് എങ്ങനെ. ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് തെളിയിച്ചിരുന്നു. അതായത് യേശു ഈ ലോകത്തായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിച്ചു. ക്രിസ്തു സ്ഥാപിച്ച ആ ഏക സത്യസഭ കത്തോലിക്ക സഭയാണ്. നിങ്ങൾ ആ 4ാമത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതായത് യേശു സ്ഥാപിച്ച ഏക സത്യസഭ അത് കത്തോലിക്ക സഭയാണ്. അപ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്നുള്ള യേശുവിന്റെ വാഗ്ദാനം അത് അതിന്റെ പൂർണ്ണതയിൽ നിലകൊള്ളുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമാണ്. ഇനി സത്യാന്വേഷണത്തെക്കുറിച്ച് ചില ആളുകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് മനുഷ്യൻ എന്നും സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സത്യത്തെ അന്വേഷിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അയാള് ഒരു നിലപാടിൽ എത്തും. എന്നാൽ സത്യാന്വേഷണം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല, തുടർന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഈ നിലപാട് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടേക്കും. അപ്പോൾ അയാള് 1ാമത്തെ നിലപാട് തള്ളിക്കളഞ്ഞ് 2ാമത് പുതിയൊരു നിലപാട് സ്വീകരിക്കണം. എന്നാൽ സത്യാന്വേഷണം ഇവിടം കൊണ്ടും നിർത്തരുത്, തുടർന്നും അന്വേഷിക്കണം. അപ്പോൾ കുറച്ചു കഴിയുമ്പോൾ ഈ 2ാമത്തെ നിലപാടും തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ അയാൾ അത് തള്ളിക്കളഞ്ഞ് 3ാമതൊരു നിലപാട് കൈക്കൊള്ളണം. ഈ പ്രക്രിയ ജീവിതാന്ത്യം വരെ മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കണം. ഇവിടെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തിക സത്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് സത്യാന്വേഷകന് ഒരിക്കലും ലഭിക്കുന്നില്ല എന്നാണ്. അയാൾ എത്രമാത്രം സത്യാന്വേഷണം നടത്തി ഒരു നിലപാടിൽ എത്തിയാലും ആ നിലപാട് തിരുത്തപ്പെടുവാനുള്ള സാധ്യത വീണ്ടും മുന്നോട്ട് കിടക്കുന്നു. ഈ പ്രക്രിയ തന്നെ സഭയുമായി ബന്ധപ്പെട്ടും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് യേശുവിന്റെ കാലശേഷം
സഭ ബൈബിൾ പഠിക്കണം, വ്യാഖ്യാനിക്കണം. അങ്ങനെ ഒരു പ്രബോധനത്തിൽ എത്തണം. എന്നാൽ സഭ ഈ ബൈബിൾ പഠനം അവിടം കൊണ്ട് നിർത്താൻ പാടില്ല, തുടർന്നും പഠിക്കണം. അപ്പോൾ കുറച്ചു കഴിയുമ്പോൾ ഈ ഒന്നാമത്തെ പ്രബോധനം തെറ്റാണെന്ന് സഭയ്ക്ക് ചിലപ്പോൾ ബോധ്യപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ സഭ ഒന്നാമത്തെ പ്രബോധനത്തെ തള്ളിക്കളയണം, രണ്ടാമത് പുതിയൊരു പ്രബോധനം ഉണ്ടാക്കണം. ഈ പ്രക്രിയ ഇങ്ങനെ മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇവിടെയും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്യന്തിക സത്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഉറപ്പിൽ സഭ എത്തുന്നില്ല എന്നാണ്. എന്തുമാത്രം ബൈബിൾ പഠിച്ച് എന്തുമാത്രം വ്യാഖ്യാനിച്ച് ഒരു പ്രബോധനത്തിൽ എത്തിയാലും ആ പ്രബോധനം വീണ്ടും തിരുത്തപ്പെടാനുള്ള സാധ്യത മുന്നോട്ട് കിടക്കുന്നു. വാസ്തവത്തില് പരിശുദ്ധാത്മാവിനാൽ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയുടെ ലക്ഷണം ഇതല്ല. അതായത് സഭ പ്രാർത്ഥിച്ച് ബൈബിൾ വ്യാഖ്യാനിച്ച് ഒരു പ്രബോധനത്തിന് രൂപം നൽകിയാൽ പിന്നീട് ഒരിക്കലും ആ പ്രബോധനം തിരുത്താനായിട്ട് പാടില്ല. ആ പ്രബോധനത്തെ കൂടുതൽ വിശദമായ രീതിയിൽ വേണമെങ്കിൽ പിന്നീട് പുനരവതരിപ്പിക്കാം എന്ന് മാത്രം. അല്ലാതെ ഒരിക്കൽ രൂപപ്പെടുത്തിയ പ്രബോധനത്തെ സമൂലം പിന്നീട് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പാടില്ല. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ സത്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയുടെ ലക്ഷണം. ഇനി നിങ്ങൾ ക്രിസ്തീയതയുടെ കഴിഞ്ഞ 2000 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചു കൊള്ളുക. കത്തോലിക്ക സഭയിൽ ഈ സവിശേഷത നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.